അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ ഒരു എപ്പിസോഡിലേക്ക്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയത്തിൻ്റെ തുടർച്ചയാണ് നാലാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതിൽ നിന്നും മോചനം നേടാനുള്ള വ്യഗ്രതയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാരണങ്ങൾ കൂടി പൊതുസമൂഹത്തിനെ, ഈ പീസ് റേഡിയോ പ്രേക്ഷകരെ, സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും അതേ വിഷയത്തിൻ്റെ ബാക്കി ചർച്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സർ. അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മോടൊപ്പം ഈ ഒരു മേഖലയിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഉത്തരമുണ്ട് എന്നത് അറിയാം. എന്നാലും പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അറിവുള്ള ആളുകൾക്ക് അതിൻ്റെ യഥാർത്ഥമായ അറിവും അതിൻ്റെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കേട്ടറിഞ്ഞ ചില അറിവുകൾ വെച്ചിട്ടാണ് പലപ്പോഴും പരിഹാരം നിർദ്ദേശിക്കാറുള്ളതാണ്. തൻ്റെ മുന്നിൽ ദിനേന എന്നോണം എത്തുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് വളരെ സന്തോഷത്തോടു കൂടി, സുഖമായി, അതുപോലെ പ്രാർത്ഥനയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ, ആ കുടുംബത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കാറുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഓപ്പണായിട്ട്, യാതൊരു മടിയുമില്ലാതെ, നമ്മുടെ കുടുംബങ്ങളിൽ മുഴുവൻ ആളുകളും ഇത് കേൾക്കണം, ഇത് ലജ്ജയോടുകൂടി മൂടി വെക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ മടിയോടുകൂടിയിട്ട് ഇതൊക്കെ പറയണോ എന്ന് വിചാരിച്ചിരിക്കേണ്ടതല്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ ഓപ്പണായി ഈ ഒരു സെഷനിൽ നമ്മളോട് മുഴുവൻ കാര്യങ്ങളും പറയുന്നത്. സ്വാഭാവികമായും ഇത് മനസ്സിലാക്കി നമ്മളിലൊക്കെ ഉള്ള തിരുത്തലുകൾ തിരുത്തി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിലും ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. ഈ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടി ബാധ്യതയാണല്ലോ. അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഈ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് കാരണങ്ങൾ, കഴിഞ്ഞ 3 എപ്പിസോഡിൽ ധാരാളം കാരണങ്ങൾ, അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. അഥവാ ചെറിയ ചെറിയ കാരണങ്ങളെ നമുക്ക് അത് ഒഴിവാക്കാം. കാരണം സമൂഹത്തിൽ ഒരാൾക്കും പരിഹരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. എന്നാൽ പൊതുസമൂഹം എല്ലാവരും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടി അതിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പോസിങ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ, 2 കുടുംബങ്ങളാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിക്കുന്നത്. ഇപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങൾ. അപ്പോൾ ഭർത്താവിൻ്റെ കുടുംബം ധാർമ്മിക മൂല്യങ്ങളിൽ വേണ്ടത്ര കണിശതയില്ലാത്ത, അത്തരം മതാധ്യാപനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു കുടുംബമാണ്. എന്നാൽ ഭാര്യയുടേത് മതപരമായ വിഷയങ്ങളിൽ വളരെ കൃത്യതയും അച്ചടക്കമുള്ള ഒരു കുടുംബമാണ്. ആ ഒരു റിലീജിയസ് ഒരു ഫ്ലേവറിലാണ് ആ കുട്ടി വളർന്നത്, പരിചയിച്ചത്. എന്നാൽ തീർത്തും വ്യത്യസ്തമായ ഒരു ലിബറൽ തോട്ടുള്ള, ഈ കാര്യങ്ങളിലൊക്കെ സ്ട്രിക്ട്നെസ് ഇല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് ഈ പെൺകുട്ടി മാറി പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പറിച്ച് നടപ്പെടുന്നതെങ്കിൽ, അവിടെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് തൻ്റെ തലയിൽ, തൻ്റെ ശിരസിൽ ആണി തറക്കുന്നതിന് തുല്യമാണ്. റസൂല് അത്ര ഗൗരവത്തിലാണ് അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുന്നതിനെ പരിചയപ്പെടുത്തിയത്.
ഈ ഒരു പാഠം ഉൾക്കൊണ്ട് വളർന്ന ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് തൻ്റെ മൂത്തച്ചിയോട്, ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഇപ്പോൾ ഒരു ലൈവായ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ മൂത്തച്ചിയുടെ വയറിൻ്റെ അടുത്ത് പോയിട്ട് ആ കുട്ടി ഗർഭം ധരിച്ച പെണ്ണാണ്. അപ്പൊ ഗർഭം ധരിച്ച ആ പെണ്ണ് 6-7 മാസമായിട്ടുണ്ട്. അപ്പൊ 6-7 മാസമായിട്ടുള്ള ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിയെ പോയിട്ട് ചെവി കൊടുക്കുകയാണ്. ഈ രംഗമാണ് ഈ പെൺകുട്ടി ലൈവായി കാണുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അയാളോട് പ്രതികരിക്കുന്നത്? പക്ഷെ അതൊരു തെറ്റായിട്ട് ആ ഭർത്താവ് കാണുന്നില്ല, പഠിച്ചിട്ടുമില്ല. അതാണ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഇവന്റ്സ്, ഒരു ഉദാഹരണം, ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് തീർത്തും പിന്നെ ധാർമ്മികമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്ക് പോയിട്ട് ഒരു പബ്ബിലേക്ക് അല്ലെങ്കിൽ മദ്യപാനം നടത്തുന്ന ഒരിടത്തേക്ക് ഭാര്യയുമായിട്ട് പോകുമ്പോൾ മറ്റ് സ്ത്രീകളുടെ കൂടെ, അത് ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഭർത്താവ് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് കൂട്ടിയത്. ഇദ്ദേഹം ഭാര്യന്റെ കൂടെ പോകുന്നു, എന്നാൽ ഫ്രണ്ട്സ് അത്തരത്തിലുള്ള ആളുകളായിട്ട് വരുന്നു. അപ്പൊ ആ പബ്ബിൽ വെച്ച് മദ്യപിക്കുമ്പോൾ അത് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട്. അതായത് ധാർമ്മിക മൂല്യങ്ങൾ രണ്ട് ലെവലിലാണുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്നാൽ ഭർത്താവിന് പ്രത്യക്ഷത്തിൽ നല്ല സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതൊക്കെ ഉണ്ട്. മറുഭാഗത്ത് ഈ ഒരു ഫ്രോഡ് നാച്ചറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ധാർമ്മിക മൂല്യങ്ങൾ, എത്തിക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ മക്കൾ, ഇവരിലുണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണല്ലോ അവരുടെ മക്കൾ, ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാൻ ഭാര്യക്ക് സാധിക്കില്ല. കാരണം ഭാര്യ പഠിപ്പിക്കുന്നതിന്റെ ജസ്റ്റ് ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് ആണ് ഭർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ഇടയിൽ വിവാഹമോചനം നടത്തുന്നതാണ് ഇതിനേക്കാളും നല്ലത് എന്ന ഒരു ചിന്ത ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും വൈവാഹിക അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏവർക്കും വളരെ സുപരിചിതമായ ഒരു ഹദീസുണ്ട്. അഥവാ നിങ്ങൾ വിവാഹം അന്വേഷിക്കുമ്പോൾ സാധാരണ നാടുകളിൽ സംഭവിക്കാറുള്ള 2-3 കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്. തറവാട് നോക്കാറുണ്ട്, കുടുംബമഹിമ നോക്കാറുണ്ട്, അതുപോലെ തന്നെ സൗന്ദര്യം നോക്കാറുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വളുഫർ ബിദാത്തിത്തീൻ തെരിബത്തി യദാക് എന്നാണ്. നീ തിരഞ്ഞെടുക്കേണ്ടത് ദാത്തുദ്ദീൻ, മതബോധമുള്ളവളെയാണെന്നാണ്. ഇതൊരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യമാണ്. അപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടി ഡയറക്റ്റ് പോയിട്ട് അന്വേഷിക്കുക എന്നതല്ലല്ലോ. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെടണം, അവർക്ക് മതബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക. മതബോധമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർജവമുള്ള പെൺകുട്ടികളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ വളരേണ്ടതുണ്ട്, ആൺകുട്ടികളും വളരേണ്ടത്, 2 ഭാഗവും ആ രൂപത്തിൽ വളരേണ്ടതുണ്ട് എന്നാണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് സാർ പറഞ്ഞു വെച്ച വിഷയമായിട്ട് നമുക്ക് പറയാനുള്ളത്, പലപ്പോഴും ഇതുപോലെയുള്ള എത്തിക്സ് എത്തിക്സ് ആൻഡ് വാല്യൂസ് അല്ലേ, അത് രണ്ടും എൻ്റർലി ഡിഫറൻ്റ് ആയി വരുമ്പോൾ, ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ ഒരിക്കലും അത് നല്ല ഒരു ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവാറില്ല എന്നുള്ളതാണ്. അത് എത്ര പരിഹരിച്ചാലും വീണ്ടും കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ കുറേ സെർച്ച് എത്തിക്സിന്, വാല്യൂസിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഞാൻ ഉൾക്കൊള്ളുന്ന എത്തിക്സ് എൻ്റെ ഭാര്യ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഗമമായ, ഏറ്റവും നല്ലൊരു സുന്ദരമായ മുന്നോട്ട് പോക്കുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. ഏതായിരുന്നാലും ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവസാനം സഹിക്കുക വയ്യാതെ അത് വഴിയിൽ ഇട്ടേച്ച് പോരേണ്ട വിവാഹമോചനത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹമോചനം അന്വേഷിക്കുന്നു എന്നതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ തന്നെയാണ് വാല്യൂസ് എന്നുള്ളത്, അഥവാ മതബോധങ്ങൾ. ഒരു പുരുഷൻ കീപ്പ് ചെയ്യേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണോ ആ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ, ദീനീപരമായ കാര്യങ്ങൾ, അതാണല്ലോ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്തൊരു ഭർത്താവാകുമ്പോൾ സ്വാഭാവികമായും ഇത് ഉൾക്കൊണ്ട് ഇതെല്ലാം ജീവിതത്തിൽ ചര്യയാക്കി വന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനും അയാളുടെ കൂടെ ഒരു ജീവിതം നയിക്കാനും സാധിക്കുകയില്ല എന്നൊരു സത്യമാണ്. സ്വാഭാവികത്വം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ, ഒരു ദീനീ ബോധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമയത്തിൽ, അഥവാ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതാണ് ത്വലാഖ് എന്ന് പറയുന്നത്.
വിവാഹമോചനം എന്നുള്ളത്. പക്ഷേ വിവാഹമോചനം അനുവദിക്കപ്പെട്ട ഒരു സന്ദർഭം എന്ന് വെച്ചാൽ ദീന് കാര്യങ്ങളിൽ കാർക്കശ്യമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുമെന്നുള്ളൊരു സത്യം കൂടിയാണ്. ഈ സമാനമായ 2-3 കേസുകൾ ഇപ്പോൾ മതബോധവും മതനിഷ്ഠയും ഈവൻ മുജാഹിദിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ജീവിച്ച പെൺകുട്ടികൾ ഇത്തരം ഇരകളായി മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പൊ ഞാനിതൊക്കെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഇപ്പൊ എന്റെ തന്നെ വളരെ അടുത്ത ഒരു വ്യക്തിയുടെ മകൾ, അപ്പൊ ആ മകള് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പിൽ അകപ്പെട്ടു. എന്നിട്ട് ആ മകള് ഭർത്താവിനായിട്ട് വരികയാണ്. കൗൺസിൽ ചെയ്തപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇയാൾ ഇതിൽ പെട്ടുപോയത്. കാരണം ഈ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, എല്ലാ ഇന്റിമസിയും ഉണ്ട്, പക്ഷേ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ABCD പോലും അയാൾക്കില്ല. പിന്നെ ആ പെൺകുട്ടി ഇയാളോടുള്ള സ്നേഹം കാരണം അവളുടെ ധർമ്മനിഷ്ഠയും അവളുടെ ജീവിതത്തിലുള്ള മൂല്യങ്ങളും ഒക്കെ ബലി കഴിക്കുകയാണ്. അവസാനം സംഭവിക്കുന്ന എന്താണ്? ധർമ്മനിഷ്ഠയും തഖ്വയൊക്കെയുള്ള പെൺകുട്ടികള് അതൊക്കെ ത്യാഗം സഹിച്ച് നമസ്കാരം പോലുമില്ല, നമസ്കരിക്കുന്ന പോലുമില്ല. അപ്പോ കാഫിറായ ഒരു വ്യക്തിക്കാണല്ലോ ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തർക്കുസലാത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതനിഷ്ഠക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണ്. തരിബത്തി യദാ ഫൽഫർ ബിദാത്തി ദീൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതനിഷ്ഠയാണ്. സമ്പത്ത് നോക്കാം, സൗന്ദര്യം നോക്കാം, സമ്പത്ത് കുലീനതൊക്കെ നോക്കാം, അതൊന്നും നോക്കണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതബോധത്തിനാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്താണ്? മതബോധ വന്നു കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളൂ എന്നാണ്. അത് നമ്മള് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് ആവാണ്. ഇതാണ് അവിടെ. ബാക്കിയുള്ളതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യും. അവസാനം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന, അതുവരെ ആർഭാട കല്യാണം നടത്തി അതിന്റെ ചെലവുകൾ നഷ്ടമായി, കുടുംബത്തിന് അത് പേരുദോഷമായി, എല്ലാത്തിനും പരിക്ക് പറ്റുന്ന. പരിക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ മക്കൾ ഉണ്ടാവുമ്പോ ദീർഘദൃഷ്ടി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന വലിയ അബദ്ധം എന്താന്ന് വെച്ചാൽ, മക്കൾ ഉണ്ടാവുമ്പോ അവിടെ പ്രശ്നം വരുന്നത് ഈ മക്കളെ എങ്ങനെ വളർത്തണം. ഇപ്പോ ഈ കുട്ടികള് ഒരു പിന്നെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഹൂ മെയ്ഡ് ദം സോ? അവരെ ആരാണ് അങ്ങനെ ആക്കുന്നത്? ഈ പേരൻസ് ആണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് റോൾ മോഡൽസ് ഉണ്ടാവുക. ഈ റോൾ മോഡൽസ് ഇല്ലാതെ വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരത്തിലെത്തുമ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താണ്? ഫ്രീഡമാണ്. അപ്പൊ ആ ഫ്രീഡം വാപ്പ അനുവദിക്കുകയും ഉമ്മ നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മ ശത്രുപക്ഷത്താണ് കുട്ടികൾ കാണുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന മക്കളായിട്ട് ഈ മക്കൾമാരാണ്. അതിനുള്ള ബേസിക് റീസൺ എന്താണ്? ഈ പിന്നെ റിലീജിയസ് വാല്യൂസിലുള്ള അന്തരാണ്. അതുകൊണ്ട് ആദർശ നിഷ്ഠ എന്നുള്ളത് ദാമ്പത്യത്തില് ഏറ്റവും പ്രധാനമാണ്. ആ വാല്യൂസ്, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് ഇല്ല എങ്കിൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ എന്താണ്? നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നന്മ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന ലക്ഷ്യബോധം ഭർത്താവിനില്ലെങ്കിൽ പിന്നെ മക്കളെ എങ്ങനെയാണ് വളർത്തുക? അവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ അനുഭവിക്കുന്ന ക്രൈസിസ് വളരെ വലുതായിരിക്കും. അതാണ് ഇന്ന് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി. ഏതൊരു കാര്യത്തിനും ഏതൊരു സംവിധാനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ പോവട്ടെ, മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തരും ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഒരു മതക്കാരനാണെങ്കിൽ തൻ്റെ മതം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ ജീവിതത്തിലുണ്ടാണ് അയാളൊരു ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത് എന്നാണ്. ഏതൊരു മതക്കാരനായാലും ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് നിഷ്ഠകളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തിയായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഈ വാല്യൂകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിലുപരി കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വിജയങ്ങൾക്കും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും അതൊരു വലിയ ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകണം പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ നമ്മൾ മുന്നോട്ട് പോകാൻ. അള്ളാഹു ആ നിലയിൽ നമ്മളെയൊക്കെ ഹിദായത്തിൽ നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു കാരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ്. അതായത്
എല്ലാവരുടെയും സ്വപ്നം. ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് തൻ്റെ ഭർത്താവ് വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, തന്നോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ച് തന്നോടൊപ്പം ടൂറിന് പങ്കാളിയായി തൻ്റെ ആസ്വാദനങ്ങളിലൊക്കെ ആ ഒരു അഭിപ്രായങ്ങളിലൊക്കെ ഒന്നിച്ച് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന, തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഈ രൂപത്തിലുള്ള ഒരു ഭർത്താവായിരിക്കണം തൻ്റെ ഭർത്താവ് എന്ന് ഏത് പെൺകുട്ടി ആഗ്രഹിക്കും. അത് അവളുടെ ഒരു ഡ്രീം ആയിരിക്കും. ആ ഒരു ഡ്രീമോട് കൂടിയിട്ടാണ് കല്യാണം കഴിക്കപ്പെടുക. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബോധ്യമാവുകയാണ് തൻ്റെ ഭർത്താവ് ഒട്ടും റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞാൽ ഒന്നിപ്പോൾ ഒരു ടൂർ പോവാന്ന് പറയുമ്പോൾ എന്തിനാപ്പോൾ അവിടെ പോകുന്നത്, എന്താപ്പോൾ അവിടെ ഉള്ളത്, എന്തിനാപ്പോൾ ബീച്ച് പോകുന്നത്, ബീച്ചിൽ എന്താ ഉള്ളത്. അതായത് ഇയാള് ഹൈലി മൈസർലിയാണ്, അതായത് അറുപിഷ്കനാണ്, അല്ലെങ്കിൽ ഇയാള് കാൽക്കുലേറ്റിംഗ് മൈൻഡുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളാണെന്ന് സങ്കല്പിക്കും. മാത്തമാറ്റിക്കൽ ഒരു ഇന്റലിജൻസിലാണ് അയാൾ ഊട്ടപ്പെട്ടത്. അപ്പം അയാള് ആ യാത്ര കൊണ്ട് വരുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് മൂപ്പര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ തൻ്റെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ഒരിക്കലും അയാൾ ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അയാൾ എന്ത് ചെയ്യും, ബാരിക്കേഡ് സൃഷ്ടിക്കും. ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ കോൺഫ്ലിക്റ്റിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവിടെ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് റൊമാൻറ്റിക് മൂഡ് എന്നുള്ളത് ഭാര്യ ആഗ്രഹിക്കുന്നതാണ്, ഭർത്താവ് ആഗ്രഹിക്കുന്നതാണ്. കാരണം ലൈഫിൽ നമ്മൾക്ക് കിട്ടേണ്ട ആ ഒരു റൊമാൻറ്റിക് ടച്ച് എന്നുള്ളത് ജീവിതത്തിൽ തന്നെ കിട്ടണമല്ലോ. അത് അന്യ സ്ത്രീകളുമായിട്ടോ അന്യ പുരുഷന്മാരുമായിട്ടോ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും അത് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഭർത്താക്കന്മാർ സമയം കണ്ടെത്തണം. ചില ബിസിനസ്സുകാർക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, അവര് 24 hours ദേ കോൺസെൻട്രേറ്റ് ഓൺ ബിസിനസ്. അവര് പണം എങ്ങനെ സ്വരൂപിക്കാം. സൈലാസ് മാർണർ എന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ജോർജ് എലിയറ്റ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതിൽ സൈലാസ് മാർണർ എന്ന ക്യാരക്ടർ ഫോക്കസ് ചെയ്യുന്നത് പണസമ്പാദനാണ്. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് വി ലേ വേസ്റ്റ് അവർ പവേഴ്സ്. മനുഷ്യന്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് പണസമ്പാദനായിട്ട് മാറുക. ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിതം അതിനുവേണ്ടി ഹോമിക്കുന്ന അവസ്ഥ. ഇത് ചില ഭർത്താക്കന്മാർക്ക്, ബിസിനസ്മാൻമാർക്ക് ഉണ്ടാവുന്നുണ്ട്. അവര് രാത്രി 10-11 മണിക്കാണ് വീട്ടിലേക്ക് എത്തുക. 11 മണിയായിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ രാവിലെ അതിനേരത്തെ വീണ്ടും ഷോപ്പിലേക്ക് പോവാണ്. ഈ ഭാര്യയുമായിട്ട് സംവദിക്കാനോ മക്കളുമായിട്ട് സംസാരിക്കാനോ ഒന്നും ഇവർക്ക് സമയം കിട്ടില്ല. ജീവിതത്തിൽ ഈ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്നത് സ്ത്രീയാണ്. അപ്പോൾ ബിസിനസ്സുകാരായ ഇത്തരം പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് അവർ പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എന്നാൽ അവരുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂല്യമുള്ള സമയം മക്കളുടെയും ഭാര്യയുടെയും കൂടെ ചിലവഴിക്കാൻ മനഃപൂർവ്വം അവർ കണ്ടെത്തണം. നല്ല തിരക്കുള്ള ഡോക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു. ഇന്ന് കേരളത്തിൽ നടന്ന പഠനപ്രകാരം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്, മാനസിക ആരോഗ്യത്തിൽ വെല്ലുവിളി നേരിടുന്നത് നല്ല തിരക്കുള്ള ഡോക്ടേഴ്സാണ്. കാരണം ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് ഒഴിഞ്ഞ നേരമില്ല. അതുകൊണ്ട് അവർക്ക് റിക്രിയേഷൻ ആക്ടിവിറ്റീസോ റിഫ്രഷ്മെന്റോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബോധപൂർവം എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര വലിയ ബിസിനസ്സിലാണെങ്കിലും ഇനി മതപ്രബോധന രംഗത്താണെങ്കിലും, നമ്മുടെ മതപ്രബോധന രംഗത്തുള്ള ദായിമാരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ദഅവത്തിന്റെ മേഖലയിൽ നമ്മൾ സജീവമായി പ്രസംഗിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിരതരാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചിലവഴിക്കാൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്, ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദായിമാരുടെ, ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്, ചില ദായിമാരുടെ മക്കൾ അവര് വഴിതെറ്റുണ്ട്. കാരണം മൂപ്പര് ദഅവത്തുമായിട്ട് അങ്ങനെ നടക്കുമ്പോൾ സ്വന്തം ഭാര്യനെ, മക്കളെ, കുടുംബത്തെ മറന്നു പോകുന്നു. ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു റൊമാൻറ്റിക് മൂഡ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടും മക്കളോടും തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹവാസവും ഒക്കെ മക്കൾക്കും കുടുംബത്തിനും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു നോവൽ എക്സ്പീരിയൻസ് ആയി മാറണം. അല്ല എങ്കിൽ ഈ ചങ്ങാതിയുടെ കൂടെ ഞാൻ എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഭാര്യമാർക്കുണ്ടാവും. അതാണ് നമ്മൾ അറിയേണ്ടത്. നോക്കൂ, ഇവിടെയും നമുക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ റൊമാൻറ്റിക് എന്നുള്ളതോടൊപ്പം തന്നെയാണ് ഗെയിംസുകളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ഓട്ട മത്സരം നടത്തിയതും ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചതും
അടുത്ത പ്രാവശ്യം മത്സരം നടത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചതും ഇതൊക്കെ നമ്മൾ ഹദീസുകളിലൂടെ പല പ്രസംഗങ്ങളിലൂടെ പല പ്രാവശ്യങ്ങളായി കേട്ടതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളുമായിട്ട് ഏതെങ്കിലും ചെറിയ കളികളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഈ ഒരു കാര്യം പോലും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറില്ല എന്നാണ്. അഥവാ ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരു ഉപ്പ, ഒരു രക്ഷിതാവ്, അതോടൊപ്പം തന്നെ ഒരു ഭർത്താവ് തങ്ങളുടെ കൂടെ എല്ലാത്തിനുമുണ്ട്, കളിക്കാനുണ്ട്, അതുപോലെ സമയം ചെലവഴിക്കാനുണ്ട്. ഒരു ഭാര്യയ്ക്ക് അവരോടൊപ്പം ചില റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ യാത്രകൾ നടത്താനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഒരു കുടുംബമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകും. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണത്? എനിക്ക് ഇതുപോലുള്ളൊരു ലൈഫ് ആവശ്യമുണ്ടോ? എനിക്കും മക്കൾക്കും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനും അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ അടുക്കലും ഒക്കെ സൗകര്യവും സന്ദർഭവും ഒക്കെ ഇല്ലേ എന്ന ചിന്തകൾ വരും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം, ആ ചോദ്യം പലപ്പോഴും വിവാഹമോചനത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പം അതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ തമാശകളും കളികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ. അല്ല, ഇത്തരം ഫലിതങ്ങളും തമാശകളും ഗാനങ്ങളും ഒക്കെ കേൾക്കാനാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതൽ സമയം അല്ലെ. ഇപ്പൊ വ്യൂവേഴ്സിനെ നോക്കിയാൽ ഇത്തരം ഫലിതം പറയുന്ന ഷോർട്സ് കാണാന് നമ്മൾ നോക്കുകൊണ്ട് അവരുടെ വ്യൂവേഴ്സ് 1 lakhും 2 lakhs ഒക്കെയാണ്. കാരണം മനസ്സ് ആഗ്രഹിക്കുന്നത് അത്തരം കാര്യമാണ്. അത് വീട്ടിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒന്നും കിട്ടാതെ പോയാൽ പിന്നെ കിട്ടുന്ന സ്ഥലത്തേക്കാണല്ലോ. അപ്പോൾ അതൊന്നും ഒരിക്കലും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇസ്ലാം എല്ലാറ്റിന്റെയും ഒരു ജയിലാണ് എന്നുള്ള ഒരു വിഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നാൽ ഇസ്ലാം ലളിതമാണ് എന്നും ഇസ്ലാമിൽ എല്ലാറ്റിനും സ്ഥാനമുണ്ട് എന്നും എന്നാൽ ഒന്നും അമിതമാവാൻ പാടില്ല എന്നും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഒരിക്കൽ അലി റളിയല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കഥയുണ്ട്. ഈത്തപ്പഴം കഴിച്ചിട്ടേ തമാശകൾ, കൊച്ചു കൊച്ചു തമാശകൾ. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ പ്രസംഗത്തിലൂടെ പ്രാസംഗികർ പറയുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ചെയ്യാൻ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവണം ഒരു കുടുംബത്തിൽ, സന്തോഷവും അത് മാത്രമല്ല ഷമീം സാറേ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കും, മുസ്ലിം ഫാമിലിയിൽ കമ്മ്യൂണിറ്റിയിൽ കല്യാണം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഡീൽ ചെയ്ത ഒരു കേസിൽ 40 വർഷം ഭാര്യയും ഭർത്താവുമായി ജീവിച്ച ഒരു കേസാണ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത്. എന്നിട്ട് ഈ വയോധികനായ വ്യക്തിയെക്കുറിച്ച് ഭാര്യയ്ക്ക് പറയാനുള്ളത് അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായി ചാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ചാറ്റിങ് എപ്പോഴാണ്? 40 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിഞ്ഞ് 40 വർഷം. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവരുടെ ഇടയിൽ മവദ്ദത്ത് പ്ലസ് റഹ്മത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ ഉണ്ടാവേണ്ട കാരുണ്യം, മവദ്ദത്ത് റഹ്മത്തിലേക്ക് മാറുക എന്നുള്ളത് സംഭവിക്കുന്നില്ല. ഇയാൾ ചിന്തിക്കുന്ന ഈ പെണ്ണിനെ ഒഴിവാക്കി വേറൊന്ന് വിവാഹം കഴിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഭാര്യമാരുടെ അടുത്തും മിസ്റ്റേക്കുകളുണ്ട്. കാരണം ഒന്നിച്ച് പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതിന് ബദൽ ഒരാൾ മറ്റൊരാളിൽ ന്യൂനത കണ്ടെത്താനാണ് മൈക്രോസ്കോപ്പിക് ആ ഇവാലുവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും വളരെ നല്ലൊരു പോയിന്റും നല്ലൊരു കാരണം അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊടിക്കൈകളാണ് സുഗമമായി മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ നിർവഹിക്കേണ്ടത് എന്നാണ്. പലപ്പോഴും ഇതൊക്കെ നമുക്ക് അറിയുമെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ, റിയൽ ലൈഫിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അവസരത്തിലാണ് നമ്മളൊക്കെ പരാജയപ്പെടാറുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, ഭാര്യമാർ അവരാഗ്രഹിക്കുന്നതാണ് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കൂടി ഈ ഒരു അവസരം, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ, അതായത് ഈ കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കുലീനത, തറവാട് ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. ഈ തറവാടിലും ഈ സ്റ്റാറ്റസിലും ഡിഫറൻസ് വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കൾച്ചറുള്ള, രണ്ട് സംസ്കാരങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ, അതെന്നും പ്രശ്നങ്ങളായിരിക്കും. കാരണം ഒന്ന്, ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു കേസിൽ ഒരാൾ ഗ്രാമവാസിയാണ്,
അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമജീവിതം മാത്രമേ പരിചിതമുള്ളൂ. അവർ വളരെ ഓർത്തഡോക്സ് ആണ്, വളരെ പുരാതന ചിന്തയുള്ള ആ ഒരു തറവാടിത്തവും ആ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി ജീവിച്ചത്, ഭർത്താവ് ജീവിച്ചത്. എന്നാൽ ഭാര്യ ഒരു പട്ടണത്തിലാണ്, അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അവർ വളർന്നതും അവരുടെ വിദ്യാഭ്യാസം നേടിയതൊക്കെ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭർത്താവിൻ്റെ വീടും ഭാര്യയുടെ ജീവിതവും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ദാമ്പത്യം സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈവൻ ജില്ലകൾ മാറുമ്പോൾ തന്നെ കൾച്ചറൽ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. രണ്ട് ജില്ല, ഒരിക്കലും ഒരു ജില്ലയെ ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കല്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി അയാൾ താമസിക്കുന്നത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിന്റെ സംസ്കാരവും മലപ്പുറത്തിന്റെ സംസ്കാരവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് അവിടെ വരും. അപ്പോൾ ഇത് വൈവാഹികമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാരണങ്ങളാണ് എന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. അതെ, സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് വെറും വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന അവസരത്തിലൊക്കെ നമുക്ക് പറയാം, നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പല ഏരിയകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പല ഏരിയയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു എങ്കിൽ കുടുംബജീവിതത്തിൽ എന്നും ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബാംഗങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള അന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അത് വിചാരിച്ച് അത് പാടെ ഒഴിവാക്കണമെന്ന ഒരു സന്ദേശമല്ല, പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി പരസ്പരം സംസാരിച്ചതിന് ശേഷമായിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഐ ക്യാൻ ടു അഡ്ജസ്റ്റ്, അതെനിക്ക് മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്ന ഒരു അവസരത്തിലെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാരണമാണ്. അത് പരിഹരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കാരണത്തിന് നമുക്ക് സോൾവ് ചെയ്യാം. മറ്റൊന്ന് ഇന്നിപ്പോൾ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ പല രാസലഹരികളുണ്ട്, അതുപോലെ തന്നെ പുകവലിയുണ്ട്, അതുപോലെ മദ്യപാനമുണ്ട്, കഞ്ചാവ്, MDM. ഇവിടെയൊക്കെ ഈ അടുത്ത് വന്നൊരു കേസിൽ ഭാര്യക്ക് മനസ്സിലാവുന്നത് തൻ്റെ ഭർത്താവ് നിരന്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഭാര്യ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. കാരണം മണമോ നിറമോ മറ്റ് ഭാവവ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയരോഗം ഉണ്ടാവാൻ പോലും ഇത് കാരണമാകുന്നു. പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്കായിരിക്കും ഭർത്താവ് മാറുക. ഇയാൾക്ക് ഒരിക്കലും കുടുംബത്തിലുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കാനോ നിർവഹിക്കാനോ മക്കളുടെ പാരന്റിങ്ങിൽ സാരമായിട്ടുള്ള ഇടപെടൽ നടത്താനോ ഒന്നും സാധിക്കില്ല. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഹി ഈസ് ലിവിങ് ഇൻ എ സെപ്പറേറ്റ് വേൾഡ്. അയാൾ മറ്റൊരു ലോകത്താണ്. അയാൾ ഒരിക്കലും ഒരു സോഷ്യബിൾ ഹ്യൂമൻ ബീങ് അല്ല. കാരണം അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടി അയാളുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഫ്രണ്ട്സ് ആയിരിക്കും ഇയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും. കൂടാതെ ഇത്തരം ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അന്യ സ്ത്രീകളുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഭാര്യ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒന്ന് റിയൽ ലൈഫാണ്, ഒന്ന് എക്സാജറേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് എപ്പോഴും അവരാഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ പൊസസീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. തൻ്റെ ഭർത്താവ് തന്നെയല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ചേർക്കുന്നത് അത് ഒരിക്കലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പലപ്പോഴും പോൺ എഡിക്ഷനിലേക്കൊക്കെ പോകുന്ന പുരുഷന്മാർ അവര് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരം നഗ്നമായ ചിത്രങ്ങളും വീഡിയോസും കണ്ടുകൊണ്ട് പിന്നെ അതേ കാര്യങ്ങൾ തൻ്റെ ഭാര്യയിൽ കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് അവർ വ്യാപൃതരാവുന്നത്. ഇത് ശക്തമായിട്ടുള്ള മാനസികാഘാതം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യമാര് അതിനോട് പ്രതികരിക്കും. കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂലല്ലോ. കാരണം മറ്റ് സ്ത്രീകളുമായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക ആഭാസങ്ങളിലേക്ക്, ചാറ്റിങ്ങിലേക്കോ വീഡിയോ കോളിലേക്കോ ഒക്കെ പോകുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യക്ക് അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയിലേക്കാണ് പിന്നെ നീങ്ങുക. അയാള്
പറയുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിനോ ഒന്നും അവസരമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ്, അത് അങ്ങനെ വളർന്നതാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് നടത്തുമ്പോഴും ഭാര്യയുടെ മുമ്പിൽ മാനസികമായിട്ട് അകൽച്ചയിലേക്കാണ് ഉണ്ടാവുക. ഇത് പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല. ഇത് അവരിൽ മാത്രമല്ല നിൽക്കുക, അത് മക്കളെ കൂടി ബാധിക്കും. കാരണം ഈ ബാപ്പ എന്ന ഉപ്പ എന്ന ആ ഒരു റോൾ മോഡൽ അയാൾക്കുണ്ടാവുന്ന പുഴുക്കുത്താണ് അയാളുടെ അധാർമികമായ ജീവിതം. ഇത് ഒരു നൈമിഷികമായ സുഖം തേടിയുള്ള യാത്രയാണെങ്കിൽ പോലും അത് ഈ മക്കളുടെ മുമ്പിൽ അയാളുടെ എല്ലാ ഇമേജും അഭിമാനവും ക്ഷതപ്പെടുന്ന രൂപത്തിലേക്കാണ് മാറുക. ഇത് പുരുഷന്മാരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനം ഏത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും വാപ്പയുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു പണിയില്ല. ഇത് കണ്ടെത്തപ്പെടും. സ്വകാര്യമാക്കി വെക്കുന്ന എല്ലാം തിരശീല നീക്കി പുറത്തു വരും എന്നുള്ള ഒരു ബോധമാണ് വിശ്വാസികളായ നമുക്കുണ്ടാവേണ്ടത്. ഈ ബോധമില്ലായ്മയും പലപ്പോഴും ഈ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ കീറാമുട്ടിയാവുകയും എൻ്റെ ജീവിതം തന്നെ ഇനി മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിക്കാറുണ്ട്. നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന AI ക്യാമറകളെക്കാൾ പവറുകളുള്ള ക്യാമറകളാണ് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കൾ എന്നുള്ളതാണ്. മുമ്പൊരു എപ്പിസോഡിൽ ആ ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അഥവാ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ, നമ്മൾ എന്ത് തന്നെ മറച്ചു വെക്കാൻ പരിശ്രമിച്ചാലും നമ്മുടെ മക്കളിൽ നിന്നും ഒരിക്കലും അത് മറച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അത് എത്ര തന്നെ സീക്രട്ടാണെങ്കിലും നമ്മളറിയാതെ നമ്മളെ ഒപ്പിയെടുക്കുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ പിഞ്ചു മക്കൾ, അത് അവരുടെ മനസ്സിൽ സാറ് പറഞ്ഞതുപോലെ പുഴുക്കുത്തുകളായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളെയാണ് സാർ പറഞ്ഞത്. ഒന്ന്, ലഹരി. വ്യത്യസ്തമായ രൂപത്തിൽ രാസലഹരികളും അതുപോലെ മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന മദ്യമാവട്ടെ കഞ്ചാവാവട്ടെ അതുപോലെയുള്ള പേര് പറയാനും ആഗ്രഹിക്കാത്ത ഒരുപാട് വസ്തുക്കൾ, ഇവയെല്ലാം വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ തകരാറിലേക്ക് തകർച്ചയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതം തകരാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരനാകുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് സർക്കാരിൻ്റെ അടുക്കലുള്ള കണക്ക് എടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ലഹരിയുടെ ഉപയോഗം എന്നാണ്. അത് ഭാര്യമാരുടേതുണ്ട് ഭർത്താക്കന്മാരുടേത്, 2 വശത്തും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഭർത്താക്കന്മാർ ലഹരിക്കടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീടുകളിലേക്ക് വന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മക്കളുടെ മുന്നിൽ വെച്ചും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ എത്രത്തോളം ആഘാതമാണ് ഓരോ കുടുംബത്തിലും തങ്ങളുടെ ഭാര്യമാർ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ ഒരടി അടിച്ചാൽ പോലും, കൈകൊണ്ട് നമ്മൾ അവരെ ആക്രമിച്ചാൽ പോലും അത്രമാത്രം വേദനയുണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. നരകയാതനകൾ അനുഭവിക്കുന്ന 100 കണക്കിന് കുടുംബിനികൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഇതുപോലെ സാർ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതൊക്കെ ഒരു ജീവിതമാണോ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് ജീവിതങ്ങളാണ്, പച്ചയായ ജീവിതങ്ങൾ. നമ്മുടെ കേരളത്തിൽ ക്യാൻസർ പോലെ ബാധിച്ച അങ്ങനെ തന്നെ ആ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ക്യാൻസറുകൾ പോലെ ബാധിച്ച മാരകമായ രോഗങ്ങളാണ് ലഹരി എന്ന് പറയാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ ഇത് വല്ലാതെ ത്രസിപ്പിക്കുന്നു, ആകർഷിപ്പിക്കുന്നു, അതിലേക്ക് പല ആളുകളും പ്രചോദനങ്ങൾ നൽകുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. എന്തായിരുന്നാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പുരുഷന് ഒരു നിലക്കും ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാഹമോചനം തേടാൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളുടെ ഭാര്യയാണെങ്കിൽ 100% സാധ്യതകൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട എൻ്റെ യുവാക്കൾ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോവാൻ ഒരു വലിയ കാരണമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. വരൂ, നിങ്ങൾക്കതിനുള്ള പരിഹാരമുണ്ട്. ലഹരി മോചനം സാധ്യമാണ്. നമ്മളതിന് അഡിക്റ്റഡായി എനിക്ക് എങ്ങനെയാണ് ഇനി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ, ഇനി എനിക്കതിന് സാധിക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന് അലട്ടുന്നുണ്ട് എങ്കിൽ ഇല്ല,
നിങ്ങൾക്ക് സാധ്യമാണ്. അതിനുള്ള പരിഹാരം നമുക്കുണ്ട്. പീസ് റേഡിയോക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അയക്കൂ. നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ ഉണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഗ്യാരണ്ടി നൽകുകയാണ്. അഥവാ ലഹരി മോചനം സാധ്യമാണ്. അത് എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും മോചിപ്പിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിനും നൽകാൻ നമുക്ക് സാധിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ തൗഫീഖോട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മൊബൈൽ ഫോണുകളും ഇന്ന് കുടുംബ തകർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമായിത്തീരുന്നു. എന്തുകൊണ്ട് പെൺകുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ പരസ്ത്രീ ബന്ധവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡായിട്ട് അതിൽ കാണുന്ന പോൺ സൈറ്റുകളും ഇതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദിനത്തിൽ പിടിച്ചത് കൊണ്ടാവാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഇതുപോലൊരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം അവരുടെ മനസ്സ് എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും അത് വളഞ്ഞുകൊണ്ടേയിരിക്കൂ, നേരെയാവാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ അന്യ സ്ത്രീകളുമായിട്ടുള്ള നമ്മുടെ ഫോൺ സംഭാഷണങ്ങളാവട്ടെ, വീഡിയോ ചാറ്റുകളാവട്ടെ, അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളാവട്ടെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്നും അകലാനുള്ള ഒരു കാരണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന വീഡിയോ കോളുകൾ ഇന്ന് സുലഭമാണ്. അതായത് സമൂഹത്തിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളുകൾ പോലും ട്രാപ്പ് ചെയ്യപ്പെടുന്ന, കാരണം ദേ ആർ ഗെറ്റിംഗ് ബ്ലാക്ക് മെയിൽഡ്. കാരണം ഈ വിളിക്കുന്ന ആളുകളെ, വീഡിയോ കോൾ വിളിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ എല്ലാ സീമകളും അതിരുകളും അവർ വിട്ടവരായിരിക്കും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ആ വീഡിയോ കോൾ നടത്തുന്ന ഓൺ ദി സ്പോട്ട് തന്നെ ഇയാള് കാണിച്ചു കൂട്ടുന്ന ഈ ലൈംഗിക ചേഷ്ടകൾ മുഴുവൻ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് ചെയ്ത ആ ചേഷ്ടകൾ വെച്ചുകൊണ്ടാണ് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നത്. പിന്നീട് അയാൾക്ക് ബോധ്യമാവുകയാണ് ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ പോലും അയാൾ തയ്യാറാവുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാഫിയകൾ ബോധപൂർവം ഓരോ വ്യക്തികളെയും ട്രാപ്പ് ചെയ്യാൻ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സാമ്പത്തികമായ വിഷയത്തിലുള്ള ഡിസിപ്ലിൻ ഇല്ലായ്മ. അതായത് ചില ഭർത്താക്കന്മാരെങ്കിലും ഒരു സാമ്പത്തിക ആസൂത്രണവും കുടുംബ ജീവിതത്തിലില്ല. കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവർ ഭാര്യൻ്റെ മഹർ വാങ്ങിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഗവേഷണം നടത്തുന്നത്. ഈ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുക, മഹർ പോലും കൊണ്ടുപോയി പണയപ്പെടുത്തുക, പിന്നെ ആർഭാടമുള്ള ജീവിതം നയിക്കുക. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ല. എന്നിട്ട് എനിക്ക് ഒരു ഡോക്ടർ ഒരിക്കൽ കൗൺസിലിങ്ങിന്, ഭാര്യയും ഭർത്താവും ഡോക്ടറാണ്, രണ്ടുപേരും ഡോക്ടറായിട്ട് അവർ കൗൺസിലിങ്ങിന് വന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ ഈ ഭാര്യ, ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്, അവർ പറയാണ് ഞാൻ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചു. എത്രത്തോളം എൻ്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നോ അത്രത്തോളം വീണ്ടും ഇയാൾ ആവശ്യപ്പെടുകയാണ്. സാറേ ഇനി ഞാൻ എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല, അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തികമായ മേഖലയിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല, കാഴ്ചപ്പാടില്ല, പക്വതയില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ ബ്രേക്കപ്പിൻ്റെ. ഇന്നിപ്പോൾ അത് ഇവർ ഡിവേഴ്സ്ഡ് ആണ്. ആ ഡിവേഴ്സിലേക്ക് മക്കളൊക്കെ ആയതിനു ശേഷം ഡിവേഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ മക്കൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എത്ര വലുതായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്ലാനിങ് ഇല്ലായ്മയും കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരം പിന്നെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം എന്നുള്ളത്. വരവിനനുസരിച്ച് ജീവിക്കുക, ചെലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ സംഭവിക്കുന്നത് അടുത്ത വീട്ടിലേക്ക് നോക്കുകയാണ്. അവിടുത്തെ വീട്ടിൻ്റെ വലിപ്പം എത്രയാണ്, അവിടെ എത്ര ബാത്റൂമുണ്ട്, അവിടെ എത്ര റൂമുണ്ട്, അവിടുത്തെ കാർ എത്ര വലിപ്പമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം അതല്ല എന്ന് മനസ്സിലാക്കുക. കൂടെ തന്നെ ഇനിയിപ്പം വരുമാനം അല്ലെങ്കിൽ ആ വരുമാനം കൂട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാരങ്ങൾ എന്ത് എന്ന് ചിന്തിച്ച് അതിന് ആസൂത്രണം ചെയ്യാൻ ഭാര്യ ശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. ഇവിടെ ഈ സാമ്പത്തികമായ അസമത്വങ്ങൾ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു. പിന്നെ ലോൺ എടുക്കുക, പലിശക്ക് പണം എടുക്കുക, പലിശക്ക് പണം കൊടുക്കുക, ഇതൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ വന്നൊരു കേസ്, ഒരു അധ്യാപകൻ ഒരിക്കലും വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഭാര്യ നിർബന്ധിച്ച് അയാളെ ലോൺ എടുപ്പിച്ചു. 50 ലക്ഷമാണ് ലോൺ എടുത്തത്. ലോൺ എടുത്ത് വീട് കൂടൽ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ എന്നും പ്രശ്നമാണ്.
അപ്പോൾ ഈ പ്രശ്നമായിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ റൂട്ട് കോസിലേക്ക് എത്തിയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വീടുണ്ടാക്കിയത്? അപ്പോൾ ഇയാൾ പറയാണ്, ആദ്യം തന്നെ തുടങ്ങിയത്, ഇവള് നിർബന്ധിച്ചിട്ടാണ് സാറേ എന്നെ അവള് ലോൺ എടുപ്പിച്ചത്. ഇപ്പോൾ ഒരു മനസ്സമാധാനം എനിക്ക് വീട്ടിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായിട്ടാണ് പലിശയെ കൺസിഡർ ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധമുള്ളപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ റസൂല് നിരോധിച്ചിട്ടുണ്ടോ ആ നിരോധങ്ങൾ തന്നെയാണ്. അതൊരിക്കലും നമ്മൾ ഹലാലാക്കാൻ പാടില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രവാചകചര്യ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സോ വി ആർ കൺക്ലൂഡിങ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. 4 എപ്പിസോഡുകളിലാണ് ഈ ഒരു വിഷയം, വിശാലമായൊരു വിഷയം വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും ഓരോ കാരണങ്ങളെയും നിരത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ഫൈനലി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാനുള്ളത് ഈ ഒരു വാക്ക് കൊണ്ടാണ്, വമാ അത്താക്കും റസൂൽ ഫഖുദു വമാ നഹാക്കും അൻഹു ഫൻതഹു എന്നതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, മഹാനായ റസൂൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. വമാ നഹാക്കും എന്താണോ നിങ്ങളോട് വിരോധിച്ചത്, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക. അതിൽ ഫിനാൻഷ്യൽ ബജറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വരവിനേക്കാൾ കഴിഞ്ഞ ചിലവുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയെ ഇന്ന് തകർക്കുകയാണ്. ദാമ്പത്യ മോചനത്തിലേക്ക്, വിവാഹമോചനത്തിലേക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. വാർത്തകളിൽ, മീഡിയകളിൽ വരുന്ന വാർത്തകൾ നമുക്കറിയാം, ഓരോ ദിവസം വരുന്ന വാർത്തകൾ അറിയാം. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഏതായിരുന്നാലും ഇത്രയും വിശാലമായൊരു വിഷയം ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ദീനിന് അളവുകോലായി വെച്ചുകൊണ്ട്, അല്ലേ, മതത്തിന്, അതാണല്ലോ നമ്മൾ പറയും, ഇസ്ലാം എന്ത് നമ്മളോട് കൽപ്പിക്കുന്നു അതൊരു മാനദണ്ഡമായി സ്വീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട്, അതല്ലാത്ത എന്ത് കാര്യമായാലും അതിനെയൊക്കെ എനിക്ക് അവഗണിക്കാം, ദീനാണ് എൻ്റെ പ്രാധാന്യം, എനിക്ക് പ്രധാനം, ഐ ആം ഗിവിങ് ദ പ്രിയോറിറ്റി ഫോർ മൈ റിലീജിയസ് വാല്യൂസ് എന്ന ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെയുള്ള നല്ല കുടുംബത്തിൽ നമ്മളെ ഒക്കെ ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിലും നമ്മളോടൊപ്പം വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയ സഹസറിനുള്ള നന്ദി പീസ് റേഡിയോ സ്നേഹക്കൂടിന് വേണ്ടി അർപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ നന്മയും അതുപോലെ തന്നെ ഹിദായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൊക്കെ അടിയുറച്ചു നിൽക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനും അദ്ദേഹത്തിന് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂടുണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഫീഡ്ബാക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിറ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.